അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സിയാച്ച് മുസ്തഫയുടെ ശ്രീനാരായണീയ ഖുർആൻ വ്യാഖ്യാനം, അതായത് ഖുർആൻ അകമ്പൊരുൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചില സംഗതികളാണ് പറയുന്നത്. സൂറത്ത് ബഖറയിലെ 85-ാമത്തെ ആയത്ത് സുമ്മ അൻതും ഹാവുലായി തഖ്തുലൂന അൻഫുസക്കും എന്ന് തുടങ്ങുന്നതാണ്. ഇവിടെ സുമ്മ അൻതും ഹാവുലായി തഖ്തുലൂന അൻഫുസക്കും എന്നതിന് മുസ്തഫ നൽകുന്ന അർത്ഥം എന്നിട്ടും നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുന്നു എന്നാണ്. ഖത്തല എന്ന അറബി പദത്തിന് കൊല്ലുക എന്നാണ് അർത്ഥം. നശിപ്പിക്കാനുള്ള മാത്രമാണെങ്കിൽ സുമ്മ അൻതും ഹാവുലായി തുഹ്ലികൂന അൻഫുസക്കും എന്നാണ് പറയേണ്ടിയിരുന്നത്. അത് അള്ളാഹുവിന് ഖുർആനിന് പറയാൻ കഴിയാത്തതുകൊണ്ടല്ല ഇവിടെ തഖ്തുലൂന നിങ്ങൾ കൊല്ലുന്നു എന്നുള്ള വാക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൊല്ലുന്നു എന്ന് എന്തുകൊണ്ട് അർത്ഥം പറയേണ്ടി വരുന്നു, അങ്ങനെയാണ് അർത്ഥം പറയേണ്ടത് എന്ന് പറയാൻ കാരണം എന്താ, അത് തൊട്ട് മുമ്പുള്ള 84-ാമത്തെ ആയത്തിൽ പറയുന്നത് വഇദാ അഖദ്നാ മീസാഖക്കും ലാ തസ്ഫികൂന ദിമാഅക്കും, നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തുകയില്ലെന്ന് നാം നിങ്ങളുടെ കരാറ് വാങ്ങി. വലാ തുഖ്രിജൂന അൻഫുസക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കൂല. നിങ്ങളെ പുറത്താക്കൂല പറഞ്ഞാൽ നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പുറത്താക്കൂല. അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം കൊല്ലുകയില്ല, നിങ്ങളുടെ രക്തം ചിന്തൂലാണ്. അപ്പോൾ രക്തം ചിന്തുക എന്നത് തൊട്ടു മുമ്പുള്ള ആയത്തിൽ, അതായത് 84-ാമത്തെ ആയത്തിൽ അതുള്ളത് കൊണ്ട് സുമ്മ അൻതും ഹൗലായി തഖ്തുലൂന അൻഫുസക്കും, ഈ കരാറ് നിങ്ങളിൽ വാങ്ങിയതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്തതെന്താ, അവിടെ നിങ്ങൾ കേവലം നശിപ്പിക്കുന്നു എന്ന അർത്ഥം പറഞ്ഞാൽ ഒരിക്കലും തസ്ഫിക്കൂന ദിമാഅക്കും എന്ന് പറഞ്ഞതിന് നേരെ വിപരീതമാകില്ല. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളെ കൊല്ലുന്നു എന്നാണ് അർത്ഥം പറയേണ്ടത്. നിങ്ങൾ സ്വന്തത്തെ കൊല്ലുന്നു. അപ്പോൾ അവിടെ സ്വന്തത്തെ കൊല്ലുന്നു എന്നുള്ള അർത്ഥം പറയാതെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വേറെ പല അർത്ഥങ്ങളും കൽപ്പിക്കാവുന്നതാണ്. നാശനം, നശിപ്പിക്കുക എന്നുള്ളത് പല വിധത്തിൽ മനുഷ്യന് നാശം വരുത്താം. സമ്പത്ത് നശിപ്പിക്കാം, അഭിമാനം ക്ഷതപ്പെടുത്താം, അങ്ങനെയുള്ള പലതരക്കും നശിപ്പിക്കാൻ പറ്റും. ഇവിടെ ലാ തസ്ഫികൂന ദിമാഅക്കും എന്നതുമായിട്ട് ചേർന്ന് പോവുക, തഖ്തുലൂന അൻഫുസക്കും എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിന് നിങ്ങളെ തന്നെ കൊല്ലുന്നു എന്നാണ് അർത്ഥം പറയേണ്ടത്. അപ്പോൾ തെറ്റായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ മുസ്തഫ ഈ വാക്കിന് കൊടുത്തിട്ടുള്ളത്. തുടർന്ന് അവിടെ തന്നെ പറഞ്ഞു വലാ തുഖ്രിജൂന അൻഫുസക്കും, നിങ്ങളുടെ ദിയാരിക്കും, നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്നും നിങ്ങളോട് കരാറ് വാങ്ങിയിരുന്നു. അതിനും നിങ്ങൾ വിപരീതം പ്രവർത്തിച്ചു. തുഖ്രിജൂന ഫരീഖം മിൻകും മിൻ ദിയാരിഹിം, നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്നു. എന്നിട്ടോ പിന്നെ തുടർന്ന് യഅ്തൂക്കും മുസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, അവരെ പുറത്താക്കാനുള്ളത് നിങ്ങൾക്ക് നിഷിദ്ധമായിരുന്നിട്ടും നിങ്ങളവരെ പുറത്താക്കി. അങ്ങനെ അവർ ബന്ധിതരായിട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ അവരെ മോചനദ്രവ്യം നൽകി മോചിപ്പിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. വയ്യത്തുക്കും മുസാറാ തുഫാദുഹും, അതിനിവിടെ മുസ്തഫ കൊടുക്കുന്ന അർത്ഥം അവർ നിസ്സഹായരായി നിങ്ങളെ സമീപിച്ചാൽ, ഈ നിസ്സഹായത എന്ന് പറയുന്നത് എന്താണ്, സാമ്പത്തികമായിട്ടുള്ള നിസ്സഹായതയാണോ അല്ലെങ്കിൽ വേറെ ഏതോ നിലക്കുള്ള നിസ്സഹായതയാണോ? അപ്പോൾ ഇവിടെ അസീർ എന്നതിന് നിസ്സഹായൻ എന്നൊരർത്ഥമല്ല, അതവിടെ ബന്ധിതൻ എന്നാണ് യഥാർത്ഥത്തിൽ ഭാഷയിലും അതിൻ്റെ അർത്ഥം. ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളതും ആ അർത്ഥത്തിൽ തന്നെയാണ്. എന്ന് മാത്രമല്ല ഖുർആനിൽ ഈ പദം വന്നിടത്തൊക്കെ അത് ബന്ധിതൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു സ്ഥലത്ത് പോലും അസീർ എന്നുള്ളത് ഒരിക്കലും തന്നെ നിസ്സഹായൻ എന്ന അർത്ഥത്തിൽ ഖുർആൻ എവിടെയും പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നിട്ടാണ് ഇദ്ദേഹം ഇവിടെ വയ്യത്തുക്കും മുസാറ, അവർ നിങ്ങളുടെ അടുത്ത് നിസ്സഹായരായി വന്നാൽ തുഫാദൂഹും, അവരെ നിങ്ങൾ മോചിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അവരെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അവിടെയും അദ്ദേഹം അർത്ഥം മാറ്റി പറയാൻ ചെയ്തിട്ടുള്ളത്. അവിടെ തുഫാദൂഹും എന്നതിന് നിങ്ങളവരെ മോചിപ്പിക്കുന്നു എന്ന് അർത്ഥം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, അറബി ഭാഷയിൽ ഈ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണെന്നുള്ളതാണ്. ചൂഷണം ചെയ്യുക എന്നുള്ളത്
തസ്തഗില്ലൂനഹും എന്നോ മറ്റോ പറയുമ്പോഴാണ് അവിടെ ചൂഷണം ചെയ്യാമെന്നുള്ള അർത്ഥം കിട്ടുള്ളൂ. ഇത് അവരുടെ നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. ഒരു ഇസ്രായേലി മറ്റൊരാളുടെ ബന്ധിതനായി കഴിഞ്ഞാൽ അയാളെ മോചിപ്പിക്കാനുള്ളത് മറ്റ് ഇസ്രായേലികളുടെ ബാധ്യതയായിട്ടാണ് പിന്നെ തൗറാത്തിലെ നിയമം അവരനുശാസിക്കുന്നത്. അതാണ് ഈ കരാറ് വാങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ആളുകളെ കൊല്ലുന്നു, അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു, എന്നിട്ട് അവർ വേറൊരു കൂട്ടരുടെ കയ്യിൽ, അതായത് പുറത്താക്കിയ ആളുകൾ പിന്നെ മറ്റുള്ള കൂട്ടരുടെ കയ്യിൽ അകപ്പെട്ട് ബന്ധിതരായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്ത് ചെയ്യും? വേദത്തിൽ നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ള അവരെ മോചിപ്പിക്കണം എന്നുള്ള ആ നിയമം നിങ്ങൾ നടപ്പ് വരുത്തുന്നതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾ നിയമം ലംഘിക്കുന്നു, മറുഭാഗത്ത് നിങ്ങൾ വേറെ നിയമം നടപ്പ് വരുത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞത് അപ്പോൾ തൂമിനൂന ബിബാദിൽ കിതാബി വ തക്ഫുറൂന ബിബാദ്, നിങ്ങൾ വേദത്തിൽ ചിലത് അംഗീകരിക്കുകയും ചിലത് തള്ളിപ്പറയുകയും ചെയ്യുന്നുവോന്ന്. അപ്പോൾ ഈ ചില നിയമങ്ങൾ പിന്നെ തള്ളിപ്പറയുന്നു എന്നുള്ളത്, കൊല്ലാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ അനുസരിക്കില്ല, അംഗീകരിക്കില്ല, നിങ്ങൾ കൊല്ലുന്നു. എന്നാൽ ബന്ധിതനായി കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കണം എന്നുള്ള വേദത്തിൻ്റെ നിയമം നിങ്ങൾ നടപ്പ് വരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ രണ്ടർത്ഥകൽപ്പനകളും ഖുർആനിൻ്റെ അന്തസത്തക്ക്, അറബി ഭാഷയുടെ പിന്നെ ഭാഷാപരമായിട്ടുള്ള പിന്നെ അർത്ഥകൽപ്പനക്ക് ഒത്തും നിരക്കാത്തതും അത് സ്വയംകൃതമായിട്ടുള്ളൊരർത്ഥമാണ്. അത് ഖുർആനിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു ആയത്തിലേക്ക് നമ്മൾ വന്നാൽ, ആയത്തേതാണ്? 102-ാമത്തെ ആയത്തിലേക്ക് വന്നാൽ അവിടെയും ഇതുപോലുള്ള കൈക്രിയകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒത്തബാവുമാത്തത്തുൽ ഷയാത്തിനു അലാമുൽക്ക് സുലൈമാൻ, ആയത്ത് തുടങ്ങണം അങ്ങനെയാണ്. സുലൈമാൻ്റെ ആധിപത്യത്തെപ്പറ്റി പിശാചുക്കൾ ഓതിക്കൊടുത്തത് അവർ പിൻപറ്റി. ഇവിടെ പിശാചുക്കൾ എന്ന് പറയുമ്പോൾ യഹൂദ സമൂഹത്തിലെ പുരോഹിതന്മാരെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ആധിപത്യം കിട്ടിയിട്ടുള്ളത് അദ്ദേഹം സിഹർ ചെയ്ത് നേടിയെടുത്തതാണെന്നാണ് അവരുടെ വാദം. എന്നാൽ വമാ കഫറ സുലൈമാൻ, ഖുർആൻ പറയുന്നത് സുലൈമാൻ നിഷേധം കൈക്കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിഹർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സിഹറിലൂടെയല്ല അദ്ദേഹത്തിന് അധികാരം കിട്ടിയിട്ടുള്ളത്. അത് ഖുർആൻ തന്നെ വേറെ പറഞ്ഞിട്ടുണ്ട്, വൈരിസ സുലൈമാനു ദാവൂദ, സുലൈമാൻ ദാവൂദിന് അനന്തരം എടുക്കുമായിരുന്നു എന്നാണ്. ദാവൂദ് അലൈഹി സ്വലാം രാജാവായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ ആ അധികാരം അനന്തരം എടുത്തു. ഇതാണ് ഖുർആൻ്റെ ഭാഷ്യം. പക്ഷെ ഇവർ പറയുന്നത് സുലൈമാൻ നബിക്ക് അധികാരം കിട്ടിയത് സിഹർ ചെയ്തിട്ടാണ്. എന്നിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞത് എന്താ? വലാക്കിന്ന ഷയാത്തീന കഫറു, ഇവിടെ ശൈത്താന്മാരാണ്, അതായത് ഈ ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള പുരോഹിതന്മാരാണ് യഥാർത്ഥത്തിൽ നിഷേധം കൈക്കൊണ്ടിട്ടുള്ളത്. അവരാണ് ഈ സിഹറുമായിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളത്. അത് അവർക്ക് സിഹർ പഠിക്കാനും പഠിപ്പിക്കാനുള്ള ഒരു ന്യായീകരണമായിട്ടാണ് യഥാർത്ഥത്തിൽ അവർ സുലൈമാൻ നബി അധികാരം നേടിയത് സിഹർ ഉപയോഗിച്ചിട്ടാണ് എന്ന് പറയുന്നത്. എന്നിട്ട് അവർ ചെയ്ത എന്താണ്? യുഅല്ലിമൂനൻ നാസ സിഹ്റ, അവർ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിക്കുന്നു. അതായത് ഈ ശൈത്താന്മാർ, ഈ പുരോഹിതന്മാർ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഭൗതികമായ നേട്ടത്തിന് വേണ്ടി സിഹറിനെ ഉപയോഗപ്പെടുത്തുകയും അതുവഴി അത് ജനങ്ങൾക്ക് പഠിപ്പിച്ച് അവർ സമ്പത്ത് സമ്പാദിക്കുകയും ചെയ്യുന്നു എന്നുള്ള അതിനൊരു ന്യായീകരണമായിട്ടാണ് സുലൈമാൻ നബിനെ വലിച്ചേക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ പറയുന്നത് എന്താണ്? ഒമാ ഉൻസില അലൽ മലക്കൈനി ബി ബാബില ഹാറൂത്ത് വ മാറൂത്ത്. ഹാറൂത്ത് മാറൂത്ത്, ബാബിലോണിലെ ഹാറൂത്ത് മാലൂത്ത് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾക്ക് അവതരിപ്പിച്ചു കൊടുത്തതും അവർ പഠിപ്പിക്കുന്നു എന്ന് ഇതിനർത്ഥം പറയാം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ഹാറൂത്ത് മാറൂത്തിന്, ബാബിലോണിലെ രണ്ട് മലക്കുകൾ എന്ന് പറയുന്ന ഹാറൂത്ത് മാറൂത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? അതും സിഹറാണ്. അപ്പോൾ ഇവിടെ യുഅല്ലിമൂനൻ നാസ സിഹറ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം വസിഹർ അല്ലദീ ഉൻസിൽ, ഹാറൂത്ത് മാറൂത്തിന് ഇറക്കിക്കൊടുത്ത സിഹറും പഠിപ്പിക്കുന്നു എന്നൊരർത്ഥം വരും. അപ്പോൾ ഒരു ആവശ്യമില്ലാത്തൊരു ആവർത്തനമാണ് അവിടെ വരിക. അത്തരത്തിലുള്ള ആവർത്തന വിരസത ഉണ്ടാക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയേണ്ടിയിരുന്ന അർത്ഥം ഒമാഉൻസില അലൽ മലക്കൈനി ബാബില ഹാറൂത്ത് മാറൂത്ത്, ഇവർ വാദിച്ചിരുന്നത് ബാബിലോണിലെ ഹാറൂത്ത് മാറൂത്ത് എന്നുള്ള രണ്ട് മലക്കുകൾക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് സിഹർ എന്നാണ്.
എന്നാൽ ഖുർആൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന ബാബിലോണിലുള്ള 2 മലക്കുകൾക്ക് അങ്ങനെ ഒന്നും ഇറക്കി കൊടുത്തിട്ടില്ല എന്ന് സ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഖുർആൻ ചെയ്യുന്നതെന്നാണ് ഇതിൻ്റെ ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ രണ്ടർത്ഥവും പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇവിടെ CH മുസ്തഫയോട് കൊടുക്കുന്ന അർത്ഥം എന്താണ്? അവിടെ ഈ രണ്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അർത്ഥമാണ്. മാത്രമല്ല ഈ പദപ്രയോഗം കൊണ്ട് പോലും അതിന് ബന്ധമില്ല. അദ്ദേഹം പറയുന്ന അർത്ഥം യുഅല്ലിമൂന നാസ സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബാബില ഹാറൂത്ത് വ മാറൂത്ത്. അവരാണ് ജനങ്ങൾക്ക് അഥവാ ബാബിലോണിയയിലെ ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 ആളുകൾക്ക് ആഭിചാരം പഠിപ്പിക്കുന്നത്. ഇങ്ങനൊരർത്ഥം അവിടെ കിട്ടില്ല. അങ്ങനെ അർത്ഥം കിട്ടണമെങ്കിൽ യുഅല്ലിമൂന നാസ സിഹ്റ എന്ന് പറഞ്ഞതിന് ശേഷം അർ-റജുലൈനി ബി ബാബില ഹാറൂത്ത് വ മാറൂത്ത് എന്ന് പറയണമായിരുന്നു. ഈ മലക്കൈനി എന്നത് മനുഷ്യരിൽപ്പെട്ട ഒരാൾക്കും തന്നെ ഖുർആനിലങ്ങനെ പ്രയോഗിച്ചിട്ടില്ല, അറബി ഭാഷയിലും അങ്ങനെ ഒരു പ്രയോഗമില്ല എന്നുള്ളതാണ്. അപ്പോൾ മലക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണെന്നുള്ളത് ഖുർആനും ഹദീസും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ള സംഗതിയാണ്. ഇനി മുസ്തഫക്ക് ഹദീസ് സ്വീകാര്യമല്ലെങ്കിൽ തന്നെ ഖുർആനിലെവിടെയും മലക്കിനെ സംബന്ധിച്ച് പിന്നെ മനുഷ്യനെ സംബന്ധിച്ച് മലക്ക് എന്നുള്ളൊരു പ്രയോഗം എവിടെയും കാണില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയായിട്ട് തന്നെയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാറൂത്ത് മാറൂത്ത് എന്ന 2 പിന്നെ വ്യക്തികൾക്ക്, അന്നാസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 വ്യക്തികൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ മുസ്തഫ ഇതിനർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വമാ ഉൻസില അലൽ മലക്കൈനി വമാ ഉൻസില അല എന്നുള്ള ആ പ്രയോഗത്തിന് പിന്നെ ഒരർത്ഥമില്ലാതെ വരും ചെയ്യും. അപ്പോൾ ഇവിടെ ഖുർആനിൻ്റെ നേർക്ക് നേരെ ആയത്തുകളുടെ പദങ്ങൾക്ക് അർത്ഥം നൽകുന്നിടത്ത് പോലും മുസ്തഫ കൈവക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ വന്നിട്ടുള്ള മുസ്തഫ വരുത്തിയിട്ടുള്ള കൈക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൈക്രിയകൾ നടത്തിയിട്ടാണ് അദ്ദേഹം ഖുർആന് അർത്ഥം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് മാനവിക പിന്നെ വ്യാഖ്യാനമാണ്, അകമ്പൊരുൾ ഖുർആൻ്റെ അകമ്പൊരുളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ ഒരു പൊരുളും ഇല്ല. പൊരുൾ കളഞ്ഞു പിന്നെ കുളിച്ചിട്ടുള്ള പിന്നെ കേവലം ചില പദപ്രയോഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെപ്പറ്റി പറയാം. അല്ലെങ്കിൽ ഇതിലൂടെ കിട്ടുന്നത് പൊരുളിന് പകരം ഇരുളാണ് എന്ന് നമ്മൾക്ക് പറയാം. എന്നാൽ ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദ കാണിക്കാതെ തെറ്റായിട്ടുള്ള അർത്ഥകൽപ്പനയും തെറ്റായിട്ടുള്ള വിശദീകരണവുമാണ് അദ്ദേഹം ഖുർആനിന് നൽകുന്നത് എന്നതാണ് പിന്നെ വസ്തുത. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഖുർആനിൻ്റെ വ്യാഖ്യാനം എന്ന് പിന്നെ മാനവിക വ്യാഖ്യാനം എന്നൊക്കെ പറയുന്നത് വെറും പിന്നെ പരസ്യത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ തൻ്റെ ആശയങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാട് എന്നതിൽ കവിഞ്ഞ് ഇതിന് യാതൊരു പിന്നെ വസ്തുതയില്ല അല്ലെങ്കിൽ സത്യത്തിൻ്റെ അംശമില്ല എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.